സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ തുടരുകയാണ്. 3 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് ഉണ്ട്. 3 യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇടുക്കി, തൃശൂർ, കോഴിക്കോട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. കൊല്ലം ജില്ലയിലെ കിഴക്കൻ മലയോര മേഖലയിൽ കനത്ത മഴയിൽ അച്ചൻകോവിലാർ കരകവിഞ്ഞിട്ടുണ്ട്. അലിമുക്ക് വനപാതയിൽ ഗതാഗതം ഭാഗികമായി സ്തംഭിച്ചിട്ടുണ്ട്. നീരൊഴുക്ക് ശക്തമായതിനെ തുടർന്ന് പാലരുവി വെള്ളച്ചാട്ടം അടച്ചിരിക്കുകയാണ്. തമിഴ്നാട്ടിലെ കുറ്റാലം വെള്ളച്ചാട്ടത്തിലും സഞ്ചാരികൾക്ക് നിയന്ത്രണമുണ്ട്. ചെങ്കോട്ട, തെങ്കാശി മേഖലകളിലും ശക്തമായ മഴയുണ്ട്. ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. നമുക്ക് കണ്ണൻ നായർ ചേരുന്നുണ്ട്. കണ്ണൻ, ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണ്? ഇപ്പോൾ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. പുലർച്ചെ ശക്തമായ രീതിയിലുള്ള മഴയുണ്ടായിരുന്നു. തമിഴ്നാട്ടിൽ ശക്തമായ മഴയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് കുറ്റാലം അടക്കമുള്ള പ്രദേശങ്ങളിലെ ജലപാതങ്ങൾ അടച്ചത്. അവിടുത്തെ വെള്ളച്ചാട്ടം അടക്കമുള്ളവ അടച്ചിട്ടുണ്ട്. അതിനെ തുടർന്ന് അവിടെ നിന്നുള്ള വെള്ളം കൂടുതലായി ഒഴുകി വരുന്നുണ്ട്. മാത്രമല്ല, അച്ചൻകോവിൽ, ആര്യങ്കാവ് മേഖലയിൽ ശക്തമായ മഴയുണ്ട്. ആ മഴയുടെ അടിസ്ഥാനത്തിൽ അച്ചൻകോവിൽ, അതുപോലെ തന്നെ കഴുതുട്ടി ആറുകൾ നിറഞ്ഞിട്ടുണ്ട്. അതിനെ തുടർന്നാണ് ഈ വെള്ളം കൂടുതലായി ഒഴുകിയെത്തുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പാലരുവി വെള്ളച്ചാട്ടം അടച്ചിരിക്കുന്നത്. കുത്തൊഴുക്കാണ് പാലരുവി വെള്ളച്ചാട്ടത്തിൽ. അതുകൊണ്ട് തന്നെ അവിടത്തേക്ക് സഞ്ചാരികളെ കയറ്റിവിട്ട് കഴിഞ്ഞാൽ അത് അപകട സാധ്യത ഏറെയാണ്. കുമ്പാവട്ടി വെള്ളച്ചാട്ടത്തിനും ശക്തമായ ഒരു നീരൊഴുക്കുണ്ട്. ഒപ്പം തന്നെ അച്ചൻകോവിൽ നിന്ന്, അരിമുക്കിൽ നിന്ന് അച്ചൻകോവിലേക്ക് പോകുന്ന പാത, അത് അച്ചൻകോവിലേക്കുള്ള പ്രധാന പാതയാണ്. ആ പാതയിൽ ഇരുചക്ര വാഹനങ്ങൾക്കോ കാൽനട യാത്രക്കാർക്കോ കാറുകൾക്കോ ഒന്നും തന്നെ സഞ്ചരിക്കാൻ സാധിക്കാത്ത സാഹചര്യമാണ്. കാര്യം ഈ ബസ്സുകൾ മാത്രം അല്ലെങ്കിൽ ലോറികൾ മാത്രമാണ് അതുവഴി കടന്നു പോകാൻ സാധിക്കുന്നത്. അത്രത്തോളം റോഡിൽ വെള്ളം നിറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണ്. ഇത് തമിഴ്നാട്ടിൽ ശക്തമായി മഴ പെയ്തതും ഒപ്പം തന്നെ അച്ചൻകോവിൽ, ആര്യങ്കാവ് മേഖലയിൽ ശക്തമായ മഴ ഉണ്ടായതുകൊണ്ടാണ്, പുലർച്ചെ ഉണ്ടായതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വെള്ളപ്പൊക്കം വെള്ളച്ചാട്ടം വെള്ളം പൊങ്ങാൻ കാരണമായിട്ടുള്ളത്. എന്തായാലും അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആ പ്രദേശത്തെ അച്ചൻകോവിൽ വനമേഖലയാണ്. വളരെ ശക്തമായ മഴയാണ്. അച്ചൻകോവിൽ, ആര്യങ്കാവ് മേഖലകളിൽ പാലരുവി വെള്ളച്ചാട്ടത്തിലേക്കുള്ള പ്രവേശനം അടച്ചിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ പെയ്യുന്ന അതിശക്തമായ മഴ മൂലമാണ് ഈ ഒരു വലിയ വെള്ളപ്പൊക്കം, അല്ലെങ്കിൽ വെള്ളപ്പൊക്കം എന്ന് പറയാൻ കഴിയില്ല, ശക്തമായ നീരൊഴുക്ക് അച്ചൻകോവിൽ ഉണ്ടാവുകയും ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്തു.